ബജറ്റിൽ കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് രാഷ്ട്രീയ കേരളത്തിൽ വാദപ്രതിവാദങ്ങൾ മുറുകുകയാണ്. കേന്ദ്ര സഹമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയെ ലക്ഷ്യം വെച്ച് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ M.M. മണി നടത്തിയ പരിഹാസമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിരിക്കുന്നത്. സുരേഷ് ഗോപി മുൻപ് നടത്തിയ ഒരു വിവാദ പ്രയോഗത്തെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടാണ് M.M. മണി രംഗത്തെത്തിയത്. എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ് ചോദിക്കേണ്ടത്. എന്നാൽ ഇന്ന് നിങ്ങളുടെ ദയനീയതയ്ക്കൊപ്പമാണ് ഞങ്ങൾ എന്ന മണിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലായി മാറി. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയും ഭരണപക്ഷത്തെ പ്രമുഖരുടെ അവകാശവാദങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഈ പരിഹാസത്തിലൂടെ M.M. മണി തുറന്നു കാട്ടിയത്. ഈ വിവാദത്തിന്റെ വേരുകൾ കിടക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തുറയിൽ നടന്ന ഒരു ചടങ്ങിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിലാണ്. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുമെന്ന ഉറച്ച വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടെ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ എന്ന അധിക്ഷേപകരമായ ശൈലിയിലുള്ള പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. എയിംസ് വരുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെന്നും അങ്ങനെയുള്ളവർ ആ ഭയത്തിൽ തന്നെ മുങ്ങി മരിക്കട്ടെ എന്നും അന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു. രാഷ്ട്രീയ എതിരാളികളെയും വിമർശകരെയും ലക്ഷ്യമിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ അന്നത്തെ ആ പ്രസ്താവന.